സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിലമ്പൂരിലെത്തി. വൻ ജനാവലിയാണ് സ്വരാജിനെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. റോഡ് ഷോയും ഉണ്ടായിരുന്നു. ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ സ്വരാജിനെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരാണ് കാത്തുനിന്നത്. തുടർന്ന് ആവേശോജ്വല സ്വീകരണം. 19 വർഷത്തിനു ശേഷം മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെത്തുന്നതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കേരളത്തിൽ പിണറായിസം എന്നത് തെറ്റായ പ്രചാരണമെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. പിണറായിസത്തിന്റെ വക്താവ് എന്ന വിമർശനത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കുന്നുവെന്നും മുന്നണി വ്യത്യാസമില്ലാതെ സ്വീകാര്യത ലഭിക്കുന്നതായും സ്വരാജ് പറഞ്ഞു. മുന്നണി ഭേദമന്യേ മലയാളികളുടെ സ്വന്തം മുഖ്യമന്ത്രിയായി മാറി. അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും പരസ്യ പ്രതികരണം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കാണുന്നവരാണ് എന്നതാണ് വസ്തുത. അപ്പോൾ തെരഞ്ഞെടുപ്പിലും മത്സരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചില എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രമേ കാണുന്നുള്ളൂ. അത്തരം വാഗ്വാദങ്ങളിലോ തർക്കങ്ങളിലോ ഒന്നും ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. കവളപ്പാറ ദുരന്ത സമയത്ത് നിലമ്പൂരിലെത്തിയില്ല എന്ന അൻവറിന്റെ ആരോപണവും സ്വരാജ് തള്ളി. പലസ്തീനു വേണ്ടി മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഇനിയും സംസാരിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. ഞാനൊന്നും വന്നിരുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അതിനൊന്നും മറുപടി പറയേണ്ടല്ലോ. എന്നാലും നിങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവർക്ക് കൂടി സ്വീകാര്യനാണ് എന്നും അല്ല എന്നും പറയുന്ന അന്നത്തെ MLA അദ്ദേഹവും ഞാനും ഒരു കുടക്കീഴിലായിരുന്നു പല ദിവസങ്ങളിലും ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കള്ളം പറയുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കള്ളം പറയുന്നത് സത്യസന്ധതയുടെ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ നിഷ്പ്രഭമായി മാറും. അപ്പോ അങ്ങനെ പറയുന്നവർ അങ്ങനെ പറയട്ടെ. വസ്തുത വസ്തുതയായി, ചരിത്രം ചരിത്രമായി നിൽക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. വൈകിട്ട് മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ രാത്രി വരെയുള്ള റോഡ് ഷോയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന സ്വരാജ് കൂടി രംഗത്തിറങ്ങുന്നതോടെ നിലമ്പൂരിൽ കളം നിറയുകയാണ്. ന്യൂസ് 18 നിലമ്പൂർ.